ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് പേരിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു തക്കാളി ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 കിലോ സാദാ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി. അതിലേക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നല്ല പോലെ വതക്കിയെടുക്കണം. വതക്കി ചുരുങ്ങി വരണം. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനമാണ് ഒരു 20 കപ്പൽ മുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇനി ആവശ്യത്തിന് ഉപ്പും വേണം. നല്ലെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ രുചി. ഇനി ഞാൻ അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് വതക്കിയെടുത്തിട്ട് വരാം. തക്കാളി ഇവിടെ നല്ലപോലെ വതങ്ങി വന്നിട്ടുണ്ട്. പൊട്ടിയത് വെള്ളമെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ഇളക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ മുളകിനെല്ലാം തന്നെ ഞാൻ 2ആയി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തെ കുരുകളെല്ലാം എടുത്ത് വേർപെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇതിനെ നമുക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ ഈ മുളകിനെയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതുകൂടി വറുത്തെടുത്തിട്ട് വരാം. 1/2 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് ഞാനിതേ മുളകിനെ ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഇതവിടെ തോല് കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ തോലാണിത്. ആറിയ ശേഷമാണ് എടുത്തത്. നല്ലപോലെ ആറിയ ശേഷം മാത്രമേ ഇത് അരയ്ക്കാൻ പാടുള്ളൂ. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് ഇതിലാവശ്യത്തിന് ഉപ്പും ചേർക്കണം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ പുളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. മുളക് വറുത്ത ചീനച്ചട്ടിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുള്ള ഈ ചമ്മന്തിക്കൂട്ട് നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കണം. അതിന് മുമ്പ് അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഒന്ന് ചേർത്തി കൊടുക്കാം. അതിനുശേഷം ഈ ടൊമാറ്റോയിലേക്ക് ഒഴിക്കാം. ഈ തക്കാളിയിലെ വെള്ളമാണ് മുഴുവൻ ഈ ജലാംശമൊന്ന് വറ്റി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ സാധാരണ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്തിയിട്ടില്ല. പിന്നെ ഇത് നമുക്ക് പാകമായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കിതിനെ കുപ്പിയിലോ ജാറിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ആഴ്ചകളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചോറിനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.